നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 13-ാം തീയതി, 1200-ാം ആണ്ട് വൃശ്ചിക മാസം 28-ാം തീയതി ആണ്, അതായത് വെള്ളിയാഴ്ച. ശരിക്കും ഇന്ന് ഉദയ നക്ഷത്രം രാവിലെ ശരിക്കും ഭരണി നക്ഷത്രം വളരെ കുറച്ച് സമയമേ ഉള്ളൂ, ബാക്കി മൊത്തം കാർത്തിക നക്ഷത്രമാണ്. ഭരണി ആയാലും കാർത്തിക ആയാലും ശുഭനക്ഷത്രമല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾക്ക് അത്ര അനുകൂലപ്രദമല്ല. നമ്മൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലത്തെ ചിന്തിക്കുമ്പോൾ കാർത്തിക നക്ഷത്രം തന്നെ എടുക്കണം. 6 നാഴികയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അന്ന് ബർത്ത്ഡേ ആയിട്ട് എടുക്കാവൂ. ഇപ്പോൾ കാർത്തിക നക്ഷത്രം നമ്മൾ എടുക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമായിട്ടുള്ള ഒരു വർഷമായിരിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാവും, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും, വീട്ടിനകത്ത് സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാവും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും, ദാമ്പത്യ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും. ഇങ്ങനെ കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ കുടുംബത്തിനകത്ത് വന്നു ചേരും. നമ്മളതിനെന്ത് ചെയ്യണം? ശരിക്ക് ദേവിയെ അത്രയ്ക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് രാവുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പോകാൻ. രാവുകാല സമയം വരുന്നത് 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും 10:53 തൊട്ട് രാവുകാലം ആരംഭിക്കും. 12 മണി 19 വരെയാണ് രാവുകാല സമയം. അതുപോലെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. 8 മണി 2 തൊട്ട് 9 മണി 27 വരെ ഗുളികകാല സമയവും, 3 മണി 10 തൊട്ട് 4:36 വരെ യമകണ്ഠകാല സമയവും. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം ഇന്നും 11:55 തൊട്ട് 12:43 വരെയാണ്. നമുക്ക് ഇന്നത്തെ ദിവസം നല്ലതല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കണം. അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴും നമ്മൾ ദോഷഭാവം കുറയാനും നമുക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥ ഉണ്ടാവാനുമായിട്ട് നമുക്ക് റെഡ് കളറ് വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അത് ചുരിദാറായിട്ടോ ഷർട്ടായിട്ടോ അതുപോലെ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. എല്ലാവർക്കും ഈ ദിവസം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.